Hello friends, welcome back to our YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ റിയൽമി 7 പ്രോന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മുടെ സോണിയുടെ 64 MB ക്വാഡ് ക്യാമറയാണ് വന്നിട്ടുള്ളത്. അതായത് 64 + 8 + 2 + 2 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ 65 വാട്ടിന്റെ നമ്മൾ സൂപ്പർ ഡാർക്ക് ചാർജറാണ് തന്നിട്ടുള്ളത്. പിന്നെ 6.4 ഇഞ്ചാണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ്. പിന്നെ പ്രൊസസ്സർ വന്നിട്ട് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 720G ആണ് നമ്മുടെ പ്രൊസസ്സർ വന്നിട്ട്. ഇതിന്റെ കളർ വേരിയന്റ് എന്ന് പറയുമ്പോൾ നമ്മളെടുത്ത കളർ വേരിയന്റ് എന്ന് പറഞ്ഞാൽ മിറർ ബ്ലൂ ആണ് ഇതിന്റെ കളർ വേരിയന്റ്. പിന്നെ നമ്മുടെ മേഡ് ഇൻ ഇന്ത്യ എന്ന് തന്നെ നല്ല വലുതായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. അപ്പം ഇതിൻ്റെ അകത്താണ് നമ്മുടെ TPU കേസും പിന്നെ ബാക്കിയുള്ള പേപ്പേഴ്സ് എല്ലാം വരുന്നത്. അപ്പം നമ്മുടെ TPU കേസ് വന്നിട്ട് ഗ്രേയിഷ് കളറാണ്, ട്രാൻസ്പെറൻറ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് നമ്മുടെ TUBയുടെ റെയിൻലാൻഡ് സ്മാർട്ട് ഫോൺ റിലയബിലിറ്റി വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ ക്വിക്ക് ഗൈഡാണ് തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സേഫ്റ്റി ഗൈഡ്. അപ്പം നമുക്കിനി നമ്മുടെ ഫോണിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ വന്നിട്ട് ഒരു രക്ഷയില്ല. എന്തായാലും നല്ല അടിപൊളി ഫോൺ തന്നെയാണ്. ക്വാഡ് ക്യാമറയാണ് വന്നിട്ടുള്ളത്, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 32 MB ആണ്. അത് വന്നിട്ട് ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 9 പോലെ തന്നെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പം വോളിയം അപ്പ് ഡൗൺ ബട്ടൺ ആണ് ലെഫ്റ്റ് സൈഡിലുള്ള. പിന്നെ നമ്മുടെ സിം ട്രേ ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. റൈറ്റ് സൈഡിൽ വന്നിട്ട് നമ്മുടെ പവർ ബട്ടൺ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ടോപ്പിൽ വന്നിട്ട് നമ്മുടെ സെക്കൻഡറി വോയിസ് ക്യാൻസലേഷൻ മൈക്കാണ് വന്നിട്ടുള്ളത്. അടുത്ത് നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഓഡിയോ ജാക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ പ്രൈമറി വോയിസ് ക്യാൻസലേഷൻ മൈക്കാണ് അടുത്ത വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വന്നത് നമ്മളെ ചാർജിങ് പോർട്ടാണ്. പിന്നെ സ്പീക്കർ ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫോൺ എന്തായാലും കൊള്ളാം. നല്ലൊരു കളറും കൂടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മിറർ ബ്ലൂ എന്നുള്ള കളറാണ്. നമുക്ക് എന്തായാലും ഒന്ന് ഫോൺ ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ഫോൺ ഓൺ ചെയ്യുമ്പം ഇതേപോലെ റിയൽമി എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ പവർഡ് ബൈ ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കാം. ഇതിൽ വന്നിട്ട് നമ്മുടെ 65 വാട്ടിന്റെ സൂപ്പർ ഡാർക്ക് എന്ന് പറയുന്ന ചാർജറാണ് റിയൽമി തന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ ഉള്ള കേബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈപ്പ് C കേബിളാണ് ഇതിലവർ കൊടുത്തേക്കുന്നത്. ടൈപ്പ് C കേബിളിൻ്റെ കൂടെ തന്നെ അതിലൊരു യെല്ലോ ലൈനിങ് കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സിം ഇജക്ടർ ടൂളും കൂടെ റിയൽമി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമൊന്നും നമ്മൾ ഫ്ലിപ്കാർട്ട് വഴിയാണ് മേടിച്ചത്, അതുകൊണ്ട് തന്നെ വാറണ്ടി ഇതിൽ ഇവർ തന്നിട്ടില്ല. ഫോൺ എന്തായാലും കൊള്ളാം, ഒരു രക്ഷയില്ല, അടിപൊളി ഫോൺ തന്നെയാണ്. ഇപ്പം നമ്മൾ വാങ്ങിച്ച വേരിയന്റ് എന്ന് പറഞ്ഞാൽ 8GB RAM 128 ഇന്റർണൽ സ്റ്റോറേജ് ആണ് നമ്മൾ മേടിച്ചത്. നമ്മളെന്തായാലും ഫോണും നേരത്തെ എല്ലാ പാസ്വേഡെല്ലാം ചെയ്ത് സെറ്റ് ചെയ്തായിരുന്നു. അപ്പം നമുക്കിനി ഇതിൻ്റെ ഫിംഗർ പ്രിന്റും ഫേസ് അൺലോക്കും ടെസ്റ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഇതിലെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുമ്പം ഭയങ്കര ഫാസ്റ്റും അല്ല എന്നാൽ തീരെ സ്ലോയും അല്ല, ഒരു മീഡിയം റേഞ്ചാണ്. ഇതാ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. എന്തായാലും നമ്മൾ ഫിംഗർ പ്രിൻ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫേസ് അൺലോക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതിൽ നോക്കുമ്പോൾ ഫേസ് അൺലോക്ക് നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മൾ ഫിംഗർ പ്രിൻ്റ് വെച്ച് നോക്കുമ്പോൾ ഫേസ് അൺലോക്ക് നല്ല ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫേസ് ലോക്കാണ് കുറച്ചുകൂടെ പെട്ടെന്ന് അൺലോക്ക് ആവുന്നത്. നമ്മുടെ റിയൽമി 7 Proൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ് വന്നിട്ടുള്ളത്. നമുക്കിനി ബാക്കി ഫീച്ചേഴ്സ് നോക്കാം. ഡിവൈസ് നെയിം റിയൽമി 7 Pro. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഇപ്പോൾ റാം എന്ന് പറയുമ്പോൾ 8GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റാണ് നമ്മളിപ്പോൾ വാങ്ങിയത്. പിന്നെ ഇപ്പം ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോണും പോലെ തന്നെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും. നമുക്കിനി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം, അതായത് ഇതിൻ്റെ ചാർജിങ് പെട്ടെന്ന് കയറുന്നുണ്ടോ ഇല്ലെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വന്നിട്ട് 4500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പെട്ടെന്ന് തന്നെ 1% തന്നെ എത്ര പെട്ടെന്നാണ് കയറുന്നതെന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തേക്കണം. അപ്പം ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.